നമ്മളെക്കാളൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പോൾ മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും. അതിൽ പോയി കട്ടളപ്പടി പോയി, ദ്വാരപാലക ശില്പം പോയി, ഇനി സംഘവിഗ്രഹമുള്ള അവിടെ. പ്രതിപക്ഷത്തിന് ഒന്നേ പറയാനുള്ളൂ, ഈ കൊള്ള മുഴുവൻ നടത്തിയത് മുൻ ദേവസ്വം മന്ത്രിയാണ്. അതാരും അറിയാണ്ട് മൂടി വെച്ചത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി. ബാക്കി കുറ്റങ്ങളൊക്കെ ചെയ്തത് ഇടതുപക്ഷത്തുള്ള അവിടെ ക്ഷേത്രത്തിൽ ചുമതല വഹിക്കുന്ന നേതാക്കൾ. പ്രതിപക്ഷത്തിന് കണ്ടില്ല, അവർ മാത്രമാണ് കുറ്റക്കാർ, ബാക്കി എല്ലാവരും നിഷ്കുപ്രമേക്സ്. കേസിൽ തന്ത്രി കണ്ഠര രാജീവൻ അറസ്റ്റിലായിരിക്കുന്നു. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റ്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. അങ്ങനെ അന്വേഷണ സംഘം തന്ത്രിനെ പൊക്കി. ഇതിപ്പോ തന്ത്രിനേക്കാളും കൂടുതൽ ഷോക്ക് ആയിട്ടുണ്ടാവുക പ്രതിപക്ഷത്തിനായിരിക്കും. അവരല്ലേ പറഞ്ഞത് തന്ത്രി നിഷ്കളങ്കനാണ്, തന്ത്രി നിഷ്കളങ്കനാണ്, തന്ത്രിനൊന്നും ചെയ്യില്ലെന്ന്. തന്ത്രി കുറ്റം ചെയ്തതൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന തന്ത്രിമാരൊന്നും ശബരിമലയിൽ ഉള്ളതായിട്ട് ഒരു കംപ്ലൈന്റും ആരും വന്നിട്ടില്ല. കഥയടപടലം മാറി. ഈ കൊള്ളയ്ക്ക് പിന്നിൽ ദൈവതുല്യരായ പലരുണ്ടെന്ന് അന്നേ പത്മകുമാർ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്റെ ഭരണകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പത്മകുമാറിനെയും എൻ പാത്തുനെയും തള്ളിക്കൊണ്ട് ഇതാ നമ്മുടെ ശബരിമല തന്ത്രി മുന്നിലെത്തിയിരിക്കുന്നു. മൂപ്പരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ക്ഷേത്രത്തിലെ എല്ലാ ഉടായ്പകളും ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തട്ടിപ്പാണല്ലേ? കണ്ടു, അതിനെക്കുറിച്ച് കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല, എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. ശബരിമലയിൽ തങ്കം കട്ടുപോയി, അയ്യന്റെ പാലകരെ അടിച്ചു മാറ്റി. തന്ത്രിയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, ഈ സംഭവം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോർഡ് മെമ്പർമാരെ അറിയിച്ചിരുന്നു, ദേവസ്വം വകുപ്പിനെ അറിയിച്ചിരുന്നു, അതായത് കടകംപള്ളി സുരേന്ദ്രനെ അറിയിച്ചിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു അറിയിപ്പുണ്ട്, പ്രതിപക്ഷം ഇനിയെങ്കിലും ഉറക്കത്തിന് എണീറ്റ് റിയാലിറ്റി മനസ്സിലേക്ക് ആവാഹിക്കേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണ തട്ടിപ്പ് നടത്തിയ കാര്യമൊക്കെ തന്ത്രിക്ക് അറിയായിരുന്നു. അതൊക്കെ അറിയായിരുന്നിട്ടും തന്ത്രി ഇങ്ങനെ ഒന്നും അറിയാത്ത നിഷ്കളങ്കനെ പോലെ ഇരുന്നു. അമ്പടാ, അപ്പൊ അഭിനയവും വശുണ്ടല്ലേ ഉണ്ണിക്ക്? ഭേഷായിരിക്കുന്നു. അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ കാര്യമാണ് എന്നും ഈ വിവാദം വരുന്നത്. തന്ത്രിയല്ല, എനിക്ക് ഇങ്ങോട്ട് ലെറ്റർ തന്നു, അറ്റകുറ്റപ്പണി നടത്തേണ്ടതാണെന്ന് പറഞ്ഞു. അതിന് മറുപടി കൊടുക്കുക മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല. അന്ന് എന്തൊക്കെ തത്വങ്ങൾ പറഞ്ഞതായിരുന്നു പുള്ളി, പക്ഷെ എല്ലാം പാളിപ്പോയി. അന്വേഷണ സംഘം ക്രൂരതയല്ലേ പുള്ളിനോട് ചെയ്തത്? ഒരു ഘട്ടത്തിൽ പോലും ഭയങ്കരമായിട്ട് സംശയ നിഴലിൽ നിർത്തിയില്ല. അങ്ങനെ സംശയ നിഴലിൽ നിർത്തിയിരുന്നെങ്കിൽ തന്ത്രി എന്നെ സൂട്ടാവാൻ നോക്കിയാനെ. അത്രയ്ക്ക് അഭിനയായിരുന്നില്ലേ പുള്ളി? സത്യം തെളിയുന്നു ഞാൻ വിശ്വസിക്കുന്നു. അന്വേഷണം കൃത്യമായിട്ട് വേണം. തീർച്ചയായിട്ടും. അതായത് തന്ത്രി അറിയാണ്ട് ശബരിമലയിൽ ഒരു ഈച്ച പോലും കയറില്ല എന്ന് സാരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ട് തന്ത്രിക്ക് മച്ച ബന്ധാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ച ലാഭത്തിന്റെ ഒരു പങ്ക് തന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് കേൾക്കണം. ദൈവതുല്യരായിട്ടുള്ള ചില ആളുകൾ ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു. ആരാണ് ദൈവതുല്യരായ ആളുകൾ എന്നൊക്കെ കേരള സമൂഹം തിരിച്ചറിയുന്നല്ല, തിരിച്ചറിഞ്ഞൂന്ന്. കടകംപള്ളിനെ പൂട്ടെന്ന് വിചാരിച്ചത് പൂട്ടിയത് തന്ത്രിനെ. പാവങ്ങൾ ഇതെങ്ങനെ താങ്ങുമെന്തോ. ദൈവതുല്യൻ ഹാപ്പിനെ സ്വർണ്ണം തന്നെ, അതെ, തോന്നാനൊന്നുമല്ല, സ്വർണ്ണം തന്നെയാണ്. സ്വർണ്ണം തന്നെ, അത് നല്ല അസല് സ്വർണ്ണം. ഇഷ്ടപ്പെട്ടു, എടുത്തു. ഈ ദൈവതുല്യന്റെ ഓരോരോ ലീലാവിലാസങ്ങള്. എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളേ. ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ നിന്റെ വിഗ്രഹം അതെങ്കിലും ഒറിജിനലാണോ? ഇനി അവന്റെ വരവാണ്. താഴ്മൺ കുടുംബത്തിൽ നിന്നുള്ള അവന്റെ വരവ്. പുരുഷകേസരികൾക്ക് വേണ്ടി പോരാടുന്ന രാഹുൽ ഈശ്വരന്റെ വരവ്. ഒരു കാര്യവും ഒരു തെറ്റും ചെയ്യാതെ 50 ദിവസം ജയിലിൽ കിടന്ന ആളാണ് നമ്പിനാരായണൻ. ഒരു തെറ്റും ചെയ്യാതെ 85 ദിവസം ജയിലിൽ കിടന്ന ആളാണ് ദിലീപ്. അങ്ങനെ കൊടുക്കാനൊക്കെ ആൾക്കാരെ ഈസി ആയിട്ട് പറ്റും. ജസ്റ്റ് രാഹുൽ ജിത്തിങ്. അപ്പൊ ഇനിയുള്ള പോരാട്ടം തന്ത്രിക്ക് വേണ്ടി. സാധാരണക്കാരെ പോലെയല്ല തന്ത്രി, ദൈവജ്ഞനാണ്, അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനമുള്ള വ്യക്തിയാണ്. ഈരേടുലകിനും അധിപതിയാമെന്നയ്യപ്പ, നിന്റെ ചുറ്റും കള്ള പരിശകളാണിന്നയ്യപ്പ. കാക്കേണ്ടവരെ എന്നെ കക്കണ കാലത്ത് കണ്ടരന് രാജീവരൻ നല്ല പേര് മാറ്റിട്ട് കട്ടരന് രാജീവരൻ ആക്കണായിരിക്കും ഉത്തമം. അല്ല, പ്രതിപക്ഷത്തിനും ജയമാരൊന്നും പുറത്ത് കാണാനില്ലല്ലോ. അതെ, മറ്റേ പോറ്റിയെ കയറ്റിയ പാട്ട് തിരുത്തി എഴുതണ്ടേ നേതാക്കളെ?